Good afternoon. Good afternoon. Afternoon. Audible ആണോ? അതെ. ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്? കോംപ്രിഹെൻസീവില് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്ത്? It's a best fit, worst fit ആക്കുക. Okay. So the next is about page replacement algorithm. Page replacement algorithm. So എന്താണ് ഈ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം? ഓർക്കുന്നുണ്ടോ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം? ഓക്കെ. സോ എല്ലാ പേജസും നമുക്ക് ഏതിൽ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ആ കേസിൽ എന്താണ്, ആ പേജ് മെമ്മറിയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതായിരിക്കും റെഫർ ചെയ്യുക. ഓർ അതർവൈസ് എന്ത് ചെയ്യും, എന്ത് അക്കർ ചെയ്യും, പേജ് ഫോൾട്ട് അക്കർ ചെയ്യും. അപ്പം ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറിയിൽ ഉള്ള ഒരു പേജ് എടുത്തിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ഈ റീപ്ലേസ് ചെയ്യാൻ ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റാൻഡം റീപ്ലേസ്മെന്റ് ആണ്. റാൻഡം റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതാണോ ഫസ്റ്റ് വന്നത് ആ പേജിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് പേജാണോ ആദ്യം വന്നത് ആ പേജിനെ റീപ്ലേസ് ചെയ്യാം. നോർമലി നിങ്ങൾക്ക് ഇത് തന്നിട്ട് കുറേ സെറ്റ് ഓഫ് പേജ് നമ്പേഴ്സ് ആസ് വെൽ ആസ് എന്താണ് പേജ് ഫ്രെയിം തന്നിട്ടുണ്ടാവും. പേജ് ഫ്രെയിം എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ എത്ര പേജ് പ്ലേസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് എത്ര ആ പേജസ് റെഫർ ചെയ്യുന്ന സമയത്ത് എത്ര പേജ് ഫോൾട്ട് വന്നു എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? സാന്ദ്ര, ഹലോ മിസ്സേ. ആ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഏതാ മിസ്സേ? പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്. മിസ്സേ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഓർക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ ആ പേജ് റെഫറൻസ് ചെയ്യുന്ന ഓർഡർ തരാം. ദെൻ പേജ് ഫ്രെയിമിന്റെ സൈസ് തരാം. എന്നിട്ട് പേജ് എപ്പോഴൊക്കെയാണ് പേജ് ഫോൾട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് ഇസ് ഫസ്റ്റ്. First method is first in first out. So consider the frame pages B, A, B, C. Frame the pages and the name ആണ് A, B, E, A, B, C, D, E.
So let the page frame be 3. Page frame be 3. At a time നമുക്ക് എത്ര പേജസ് നമുക്ക് ഹോൾഡ് ചെയ്യാം? 3 പേജസ് ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. പേജ് ഫ്രെയിം ഇസ് ഈക്വൽ ടു 3. എന്നിട്ട് അത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് അപ്പം ഏത് പേജാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? മെമ്മറിയുടെ ടോട്ടൽ എത്ര ഫ്രെയിംസ് പ്ലേസ് ചെയ്യാം, പേജസ് പ്ലേസ് ചെയ്യാം? 3. ഓക്കെ, സോ ഫസ്റ്റ് പേജ് എ വന്നു, എ ഇല്ല. സോ എനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? പേജ് ഫോൾട്ട് ആണ്. സോ എനെ നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്തു. ഓക്കെ, സോ പേജ് ഫോൾട്ട് ആണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് താഴെ ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് പേജ് ഏതാണ്? Which is the next page? Next page. B. B agents. B is also not there. അപ്പം എന്ത് ചെയ്യാം? B, it is again a page fault. B നെ നമ്മൾ ലോഡ് ചെയ്തു. Okay. Next C ആവുമ്പോൾ ഏതാണ്? A. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡി വരുമ്പോൾ ഇവിടെ എന്താണ്? ഓൾറെഡി ഇവിടെ ഉള്ള എല്ലാ. ഓക്കെ, സോ സിൻസ് അവർ മെത്തേഡ് ഇസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, യു നീഡ് ടു റീപ്ലേസ് ഏതാണ്? ഫസ്റ്റ് ഏതാണോ വന്നത് ആ പേജിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വന്ന പേജിനെ റീപ്ലേസ് ചെയ്യാം. സോ വിച്ച് ബിക്കംസ് എന്താണ്? ഫസ്റ്റ് പേജ് ഇസ് റീപ്ലേസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ഡി ആൻഡ് സി. ഓക്കെ, ഇതുപോലെ എത്ര പ്രാവശ്യം പേജ് ഫോൾട്ട്? ഇപ്പോഴും പേജ് ഫോൾട്ട് ആണ് ഉള്ള പേജ്, നമ്മൾ രജിസ്റ്റർ ചെയ്ത പേജ് ഇല്ല. സോ ആ പേജ് ഇല്ല. അറ്റ് ദ സെയിം ടൈം എന്താണ്? മെമ്മറി ഫുൾ ആണ്. അപ്പോൾ റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് അതിലത്തെ ഒരു പേജിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ആണ് എ എന്നുള്ള അടുത്ത പേജ് ആണ്. സോ ഇറ്റ് ഇസ് ഇ. ഏതിനെ റീപ്ലേസ് ചെയ്യേണ്ടത്? B നെ. B. ഏതാ? Say B. ബി ആണോ? ബീനെ റീപ്ലേസ് ചെയ്തു വിത്ത് എ, ദെൻ സി, അഗെയിൻ ചെയ്യാം. ബി വരുമ്പോ ഇതിനെ റീപ്ലേസ് ചെയ്യാം, സീനെ റീപ്ലേസ് ചെയ്യാം, ഡി എ ബി. ഓക്കെ, ഇ വരുമ്പോ ഇതിനെ റീപ്ലേസ് ചെയ്യാം, ഡിനെ റീപ്ലേസ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ഇ എ ബി എസ് എച്ച്. ദെൻ ഇപ്പോ എന്താണ്? ഓൾറെഡി ദ റിക്വസ്റ്റഡ് പേജസ് പ്രസന്റ് ഇൻ ദ മെമ്മറി. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സി വരുമ്പോൾ വീണ്ടും അഗെയിൻ ഇറ്റ്സ് പ്രസന്റ് ഇൻ ദ മെമ്മറി ആണ്. ഓക്കെ, ദെൻ സി വരുമ്പോൾ വീണ്ടും ചെയ്യുക. ഏതിനെ റീപ്ലേസ് ചെയ്യണം? ഇപ്പൊ ഏതിനെ റീപ്ലേസ് ചെയ്യണം? ഏതിനെ റീപ്ലേസ് ചെയ്യണം? ആ, എനെ റീപ്ലേസ് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ഇ സി ഡി. അഗെയിൻ ഡിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം കൂടി വരും, ബിനെ റീപ്ലേസ് ചെയ്ത് ഡി ആവും. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് total number of page fault എത്രയാണ്? 9 പേജ് ഫോൾട്ട് ആണ്. 1 2 3 4 5 6 7 8 ഒരെണ്ണം കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഇ സി ഡി. സോ ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് ഇസ് 9.
Okay. Okay. So ഇതിൽ in case if we increase the number of page frames എന്തായിരിക്കും സംഭവിക്കുക? If we increase the number of page frames, then പേജ് ഫോൾട്ടിന്റെ എണ്ണം കൂടുകയോ കുറയും? പേജ് ഫോൾട്ടിന്റെ എണ്ണം കൂടുകയോ കുറയും? മാധവ്, Say question കേട്ടില്ല സർ. if you increase the page frames, then what about the number of page fault? Whether it will increase or decrease? കുറയത്തില്ല. കുറയേണ്ടതാണ്. Okay, but even if we increase the number of page frame increase ചെയ്തിട്ടും പേജ് ഫോൾട്ടിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഫിനോമിനന്റെ പേരാണ് ബ്ലീഡിംഗ് അനോമലി. ആ ഫിനോമിനന്റെ നെയിമാണ് ബ്ലീഡിംഗ് അനോമലി. ബ്ലീഡിംഗ് അനോമലി എന്താണ്? If you increase the size of page frame and at the same time if it increase the page fault, then it is termed as bleeding anomaly. Very important point ആണ്. The phenomena where if we increase the page frame and if the page fault in the count increases ആണെങ്കിൽ that phenomenon is termed as bleeding anomaly. Okay, so this is one method, that is last system method. Next is least recently used replacement algorithm. Least recently used എന്ന് പറയുമ്പോൾ ഏതാണോ നമ്മൾ അധികം യൂസ് ചെയ്യാത്തത് അതിനെ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഓക്കെ, എക്സാമ്പിൾ വേണോ? വേണ്ടേ? ഓക്കെ, ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചറിൽ ഏതൊക്കെ പേജസ് ആണോ ആവശ്യം വരുന്നത് അത് നോക്കിയിട്ട് റീപ്ലേസ്മെന്റ് നമ്മൾ നടത്തുന്നതിനെയാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ്. ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് ഏതാണോ നമ്പർ ഓഫ് ടൈംസ് കുറവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പേജ് അതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് അല്ല, അതിന് മുമ്പായിട്ട് റെഫർ ചെയ്തതനുസരിച്ച് റീപ്ലേസ്മെന്റ് പെർഫോം ചെയ്യുന്നതിനെയാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുക. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന്റെ ബേസിസിൽ പേജിനെ ആണെങ്കിൽ that is termed as optimal page replacement. So consider the question either. Consider the following page references. Consider the following page references. One, two, three. 3, 2, 4. Bracket 3 page frame. Okay, ഈ റെഫറൻസ് പേജസ് തന്നിട്ടുണ്ട് 3 page frame. Okay, options are പറയുന്ന ഇടയ്ക്ക് കട്ട് ആവുന്നു. Options are optimal left LRU ആണോ? കോളേജിലാണോ ഇപ്പം റേഞ്ച്? ഓക്കെ, ഒന്ന് കട്ടാവുകയാണെങ്കിൽ ഒന്ന് പറയണം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കേട്ടായിരുന്നു. കൺസിഡർ ദ ഫോളോയിങ് പേജ് റെഫറൻസസ് 1, 2, 3, 2, 4, 1, 3, 2, 4, 1. There 3 page frames. Okay,
മൊത്തം എത്ര വന്നിട്ടുണ്ട്? 3 പേജ് ഫ്രെയിം. ഓക്കെ, ആൻഡ് options are optimal, less are less less than 50, less than LRT, LRU. Option C, is equal to optimal is equal to yes. Question ഹലോ മിസ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എഴുതിയോ നിങ്ങൾ? അപ്പോൾ ഇതിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏതാ? എല്ലാ മെത്തേഡ് വെച്ചിട്ട് അതിന് പേജ് ഫോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എല്ലാ മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ പേജ് ഫോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തേ. ഫസ്റ്റ് ഫിഫോ വെച്ചിട്ട് പേജ് ഫോൾട്ട് എത്രയാണെന്ന് പറ. കൃഷ്ണരാജ്, കൃഷ്ണരാജ്, പേജ് ഫോൾട്ട് എത്രയാണ് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ടിൻ്റെ? ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് 6 ആണ് കറക്റ്റാണ്. ദെൻ വാട്ട് അബൌട്ട് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്? അതിൻ്റെ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തായിരുന്നോ? മെർലിൻ? ചെയ്തില്ല മിസ്റ്റർ, ചെയ്യുന്നുള്ളൂ. ആ ഓക്കെ. കൃഷ്ണരാജ് ക്ലിയർ അല്ല വോയിസ്? എൻ്റെ വോയിസ് ക്ലിയർ അല്ല? ഓക്കെ, ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആർക്കെങ്കിലും കിട്ടിയോ? പേജ് ഫോൾട്ട്, നമ്പർ ഓഫ് പേജ് ഫോൾട്ട്? മാധവ്? ഇല്ല മിസ്സേ, കിട്ടിയില്ല. ചെയ്ത് കാണിക്കണോ? അറിയോ ചെയ്യാൻ? ചെയ്യാൻ അറിയോ നിങ്ങൾക്ക്?
ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് റെഫറൻസ് അതിനെ ബേസ് ചെയ്തായിരിക്കും റീപ്ലേസ് ചെയ്യുക. ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് റെഫറൻസിനെ ബേസ് ചെയ്തായിരിക്കും റീപ്ലേസ്മെന്റ് നടത്തുക. അർജുൻ, എനിക്കൊന്നും ക്ലിയർ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ. വോയിസ് ആണോ ക്ലിയർ ആവാത്തത്? മിസ് എഴുതിയതും പറഞ്ഞതും ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ആണോ? ഇപ്പൊ കേൾക്കാമോ നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നോ? ഓക്കെ. സോ ക്വസ്റ്റ്യൻ ലിസൺ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പേജ് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ നിങ്ങൾ? എനിക്ക് എഴുതാൻ പറ്റില്ല മിസ്സേ. ആ എനിക്ക് ക്ലിയർ അല്ലായിരുന്നു മിസ്റ്റർ ക്വസ്റ്റ്യൻ പറയായിരുന്നു. അല്ല, ക്വസ്റ്റ്യൻ എഴുതിയത് കണ്ടില്ല. മിസ് അതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കട്ടായിട്ട് പിന്നെ ഒരു ടൈമിൽ ഒത്തിരി എഴുതിയത് പോലെ കാണുമായിരുന്നു. ആണോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. എഴുതിക്കോ. കൺസിഡർ ദ ഫോളോയിങ് പേജ് റെഫറൻസ്. Consider the following page reference: 1, 2, 3, 2, 4, 1, 3, 2, 4, 1. 10 റെഫറൻസ് ആണ്. 1, 2, 3, 2, 4, 1, 3, 2, 4, 1. ഓക്കെ ആണോ? 3 ഫ്രെയിംസ് ആണ്. 3 ഫ്രെയിംസ് പേജ് ഫ്രെയിംസ് ആണ്. ഓപ്ഷൻ എ ഓപ്റ്റിമൽ ലെസ് ദാൻ LRU ലെസ് ദാൻ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് FIFO. ഓപ്ഷൻ ബി optimal less than FIFO less than LRU. Option C optimal equal to LRU. Option D optimal equal to FIFO. Okay, so now എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ഓരോ മെത്തേഡ് വെച്ചിട്ടും അതിൻ്റെ പേജ് ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഏതാണ് മിനിമം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഓക്കെ, ഏതാണോ മിനിമം, ഏതാണ് ഈക്വൽ ആണോ അതിനെ ബേസ് ചെയ്ത് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഫിഫോയിൽ എന്തായിരുന്നു കിട്ടിയത്? പേജ് ഫോൾട്ട് 6 കിട്ടിയോ എല്ലാവർക്കും? യെസ്, ഓക്കെ. ഇനി LRU ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. പക്ഷെ അത് 9 ആണ്. 9 ആണ്. ഇനി ഓപ്റ്റിമലും കൂടി കാൽക്കുലേറ്റ് ചെയ്തേ. ഇതിൽ ഏതെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്യാം. പക്ഷെ അത് 5 കിട്ടി. ഓപ്റ്റിമൽ 5. സോ അപ്പം ഏത് ഓപ്ഷനാണ് കറക്റ്റ്?
ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ബാക്കി എല്ലാവർക്കും കിട്ടിയോ നിങ്ങൾക്ക്? സാന്ദ്ര? മിസ് ചെയ്യുന്നേ ഉള്ളായിരുന്നു. എന്തേ കിട്ടിയില്ല ഇതുവരെ? അല്ല മിസ് ആദ്യമേ ക്വസ്റ്റ്യൻ കേട്ടില്ലായിരുന്നു, രണ്ടാമത്. ഓക്കെ, വേഗം ചെയ്തേ. ഓക്കെ, ബാക്കിയുള്ളവർ ഫിനിഷ് ചെയ്യാം. ടേക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A system uses FIFO policy for page replacement. A system uses FIFO policy for page replacement. It has 4 page frames with no page loaded in the beginning. It has 4 page frames with no page loaded in the beginning. The system first accesses 100 distinct pages in some order and then access same 100 pages in reverse order. Same 100 pages in reverse order. How many page fault occurs? How many page fault occurs? Question clear ആണോ? Question clear ആണോ? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു നിങ്ങൾ? അർജുൻ എഴുതിയായിരുന്നു. എഴുതി മിസ്സേ. എന്താണ് ആൻസർ? എന്താണ്? പക്ഷെ 196 ആണ്. 196 ആണ്. റീസൺ ഡിസ്റ്റിങ് പേജസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് 100 പേജസ് നമ്മൾ ലോഡ് ചെയ്തിട്ട് ദ റിവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ 4 പേജിനും പേജ് ഫോൾട്ട് ഉണ്ടാവില്ല. സോ ഇറ്റ് ഇസ് 100 + 96 which is equal to 196. Okay. Take to the next question. Address sequence
generated by using a particular page replacement address sequence generated by using a particular page replacement, comma, executing demand paging with 100 records per page. 100 records per page for one free memory. For one free memory frame is given below. How many page faults? How many page faults? Option A 7, option B 8, option C 9, option D 10. The pages are 100, 200, 430, 499, 510, 530, 560, 120, 230, 240, 260, 320, 370. What will be the answer? എന്താ മനസ്സിലായോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നമുക്ക്? എഴുതിയ അല്ല, എന്താ മനസ്സിലായത് ക്വസ്റ്റ്യൻ എന്ന്? എന്താ തന്നിട്ടുള്ളത്, എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പേജ് ഫോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ തന്നിട്ടുള്ളത്, സ്പെസിഫിക് ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? Each page with 100 records ആണ്. ഓക്കെ, അപ്പം 1 പേജിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടാവും? 100 റെക്കോർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ 1 to 100 ഒരു പേജിൽ, 101 to 200 ഒരു പേജിൽ, 201 to 300 ഒരു പേജിൽ, 301 to 400 ഒരു പേജിൽ, 401 to 500, 501 to 600, അങ്ങനെയായിരിക്കും ഓരോ പേജസിലും റെക്കോർഡ് ഉള്ളത്. ഓക്കെ, ആ റെക്കോർഡ് ആക്സസ് ചെയ്യുന്ന ഇതാണ് തന്നിട്ടുള്ളത്. 100, 200, 430 ഓർഡർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴൊക്കെ ആയിരിക്കും പേജ് ഫോൾട്ട് വരുന്നത്? 1 പേജ് പെർ മെയിൻ മെമ്മറിയാണ്. അറ്റ് എ ടൈമിൽ ഒരു പേജേ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ മെയിൻ മെമ്മറിയിൽ. ഇപ്പോഴോ? ഇപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. കിട്ടിയോ ആൻസർ? എല്ലാവരും എന്താ ഉറങ്ങുവാണോ?
ഞാൻ പറയുന്നത് കേൾക്കാമോ നമുക്ക്? Am I audible? കേൾക്കാം. എന്നാ പറ, ആൻസർ പറ. ഇത് 7 7 ആണ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ ഇത്? ബാക്കിയുള്ളവർക്ക് കിട്ടിയോ 7? ഓക്കെ. സോ ഇതിൽ ഒരു പേജ് അറ്റ് എ ടൈമിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പേജിൽ 100 റെക്കോർഡ്സ് ആണുള്ളത്. ഓക്കെ. 430, 499, 510, 530, 560, 120, 230, 240, 260, 320 and 370. ഓക്കെ. അപ്പം ഫസ്റ്റ് 100 ലോഡ് ചെയ്യും, അപ്പോൾ ഒരു പേജ് ഫോൾട്ട്. ദെൻ അടുത്ത് 200 വരുമ്പോൾ അടുത്തത് 200ൻ്റെ 101 to 200 അത്രയും റെക്കോർഡ്സ് ആയിരിക്കും ലോഡ് ചെയ്യുക. സോ എഗെയിൻ എ പേജ് ഫോൾട്ട്. സിമിലർലി അടുത്തത് 430 എന്ന് പറയുമ്പോൾ 401 to 500 റെക്കോർഡായിരിക്കും ലോഡ് ചെയ്യുക. സോ ഇവിടെ പേജ് ഫോൾട്ട് 499 അവിടെ റെഫർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് 510 ലോഡ് ചെയ്യും, പേജ് ഫോൾട്ട്. ദെൻ ബാക്കിയെല്ലാം റെഫർ ചെയ്യാൻ പറ്റും. വീണ്ടും 120 വരുമ്പോൾ വീണ്ടും ലോഡ് ചെയ്യും, 220, 230, 240 അതിൽ നിന്ന് ആക്സസ് ചെയ്യാം, 260 ആക്സസ് ചെയ്യാം, 320. ഓക്കെ. 1, 2, 3, 4, 5, 6, 7. Total page fault is 7. Okay. Okay. So take to the next question. Consider a logical address space of 8 KB with page size is 1 KB. Find the number of bits for representing pages and offset. Number of bits for representing. Consider a logical address space of 8 KB with page size 1 KB. Find the number of bits for representing pages and offset. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഇതിന്റെ ഇക്വേഷൻ അറിയോ നിങ്ങൾക്ക്? ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എന്താണ് ഈ ലോജിക്കൽ അഡ്രസ്? എന്താണ് ലോജിക്കൽ അഡ്രസ്? എന്ത് പറ്റിയിടാ? നിങ്ങൾക്ക് ആർക്കും ക്ലാസ് വേണ്ടേ കോംപ്രിഹെൻസീവ്? ഈ വോയിസ് എങ്ങനെ അറിയത്തില്ല, പക്ഷെ അത്ര അറിയത്തില്ല, നേരത്തെ പഠിക്കാത്തതുകൊണ്ട്. ആണോ? ഓക്കെ. അതിന്റെ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്തോ. So LA, which represents the
total number of bits. Logical address be the total number of bits. LA be the total number of bits for representing logical address. Then LAS, logical address space, LAS is equal to 2 power LA. Logical address എന്ന് പറയുന്നത് which is equal to page plus offset. Page number plus offset, beginning of that particular page. Page plus offset address ആയിരിക്കും ഉണ്ടാവുക. Okay. Here, total number of pages equal to LAS divided by PS. LAS divided by PS. Okay, total number of pages is equal to logical address space. Address space എന്ന് പറയുന്നത് entire processന് allot ചെയ്ത space divided by page size. Okay, so number of bits for representing pages, P is equal to log 2 to the base n pages ഉണ്ടെങ്കിൽ അതിൽ എത്ര ബിറ്റ് ആവശ്യമുള്ളത് ആണ് P represent ചെയ്യുന്നത്. So number of bits for representing the offset is D is equal to log 2 to the base page size. Okay, page size എന്ത് ഡിറൈവ് ചെയ്യുന്നത്? ഓഫ്സെറ്റ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിം ഇൻ കേസ് ഓഫ് എന്താണ് ഫിസിക്കൽ അഡ്രസ് സ്പേസിലും. ഫിസിക്കൽ അഡ്രസ് സ്പേസിൽ PAS is equal to 2 power PA, where PA is the physical address. Physical address space is equal to 2 power PA. PA എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? log 2 to the base PAS. ഇതിൽ ഏത് ഒരെണ്ണം തന്നാലും മറ്റത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് ഇവിടുത്തെ പേജിനെയാണ് ഏതിലോട്ട് ലോഡ് ചെയ്യുന്നത്? ഫിസിക്കൽ മെമ്മറിയിലോട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഫിസിക്കൽ മെമ്മറിയിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ എപ്പോഴും എന്താ പറയാ? ഫ്രെയിംസ് എന്നാ പറയാ. സോ ഫ്രെയിംസ് ഇസ് ഈക്വൽ ടു M is equal to total number of frames is equal to PAS divided by frame size. Okay, ഈ frame size number of bits for representing the frame F is equal to log 2 to the base M. അതുപോലെ number of bits for representing the frame offset is D is equal to log 2 to the frame size. Okay, so എപ്പോഴും ഇപ്പോഴത്തെ മെമ്മറിനെ നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ലോജിക്കൽ അഡ്രസ്സിനെ. അപ്പുറത്തെ ഫിസിക്കൽ അഡ്രസ്സിനെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പേജ് സൈസ് ഇസ് ഈക്വൽ ടു ഫ്രെയിം സൈസ് ആണ്. പേജ് സൈസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഫ്രെയിം സൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എന്താ തന്നിട്ടുള്ളത്? എന്താണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്? ലോജിക്കൽ അഡ്രസ് സ്പേസ്. ലോജിക്കൽ അഡ്രസ് സ്പേസ് തന്നിട്ടുണ്ട്. LAS is equal to 8 KB. Okay, then page size തന്നിട്ടുണ്ട്. PS is equal to 1 KB. Okay, now we need to find എന്താണ്
പേജസ് ഓഫ്സെറ്റ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ പേജും ഓഫ്സെറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പേജ് കാൽക്കുലേറ്റ് ചെയ്യണം, പേജിന്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടോട്ടൽ നമ്പർ ഓഫ് പേജ് എത്രയാണെന്നുള്ളത് വേണം. ഓക്കെ, ഓഫ്സെറ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് പേജ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? വി നീഡ് ദി നമ്പർ ഓഫ് പേജസ്. ഓക്കെ, സോ നമ്പർ ഓഫ് പേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ എളുപ്പം തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? 8 KB ഡിവൈഡഡ് ബൈ 1 KB. ഓക്കെ, 8 KB ഡിവൈഡഡ് ബൈ 1 KB. ബട്ട് എപ്പോഴും നമ്മൾ ഇതിനെ പവർ ഓഫ് 2ലേക്ക് ആക്കണം. അതായിരിക്കും ഇത് നല്ലത്. എത്ര ബിറ്റ്സ് ആവശ്യം എന്നുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതിലേക്ക് ആക്കുക? പവർ ഓഫ് 2ലേക്ക് ആക്കാം. ഓക്കെ, സോ ഈ കെ എന്താണ്? KB എന്ന് പറയുമ്പോൾ കിലോബൈറ്റ്സ് ഈക്വൽ ടു 10 സ്ക്വയർ. കിലോ ബൈറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, നോട്ട് ചെയ്യാം. 1 KB 10 ടു ദ പവറിലല്ല പറയേണ്ടത്. നമുക്ക് ഇവിടെ KB 2 ടു ദ പവറിൽ പറയുമ്പോൾ എന്താണ്? 2 പവർ 10 ആണ്. ഓക്കെ, ചില കേസിൽ KBക്ക് പകരം 1024 വേർഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പോഴും വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2 പവർ 10 ആണ്. ഓക്കെ, അപ്പൊ MB എന്താണ്? MB ഇസ് ഈക്വൽ ടു 2 പവർ 20 ആണ്. അത് നോട്ട് ചെയ്തിടുക. KB ഇസ് ഈക്വൽ ടു 2 പവർ 10, MB ഇസ് ഈക്വൽ ടു 2 പവർ 20. ഓക്കെ, നൗ ഇവിടെ നമുക്ക് 2 പവർ ആക്കിയില്ലെങ്കിലും എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ റീസൺ ഇറ്റ് ഇസ് ഓഫ് ടൈപ്പ് എന്താണ്? രണ്ടും KB ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ഡിവൈഡ് ചെയ്താൽ മതി? N ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 1. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വരും. അതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഇതിനെ പവർ ഓഫ് 2ലോട്ടാക്കാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 8ന്റെ ഇതെന്ന് പറയുന്നത് 2 പവർ 3. KB ഇസ് 2 പവർ 10 വിച്ച് ഇസ് ഈക്വൽ ടു 2 പവർ 13. ഇവിടെ ഇറ്റ് ഇസ് ഈക്വൽ ടു 2 പവർ 10. ഓക്കെ, നൗ വി നീഡ് ടു ഫൈൻഡ് എന്താണ്? ദി നമ്പർ ഓഫ് പേജസ്. N ഇസ് ഈക്വൽ ടു LAS divided by the page size, which is equal to 2 power 13 divided by 2 power 10, which is equal to 2 power 3. Okay, okay, now we can substitute എന്താണ്? നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. D is equal to log 2 to the base n ആണ്. ഓക്കെ, n എന്തായിരുന്നു കിട്ടിയത് നിങ്ങൾക്ക്? N is equal to 2 power 3. So D is equal to 3 bits. Is it clear? Clear ആണോ? ഓക്കെ, ഇനി D സോറി, ദിസ് ഇസ് P ആണ്, D അല്ല, P ആണ്. D is equal to എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ D is equal to log 2 to the base the page size. Okay, so it is log 2 to the base. Page size എന്താണ്? 1 KB ആയിരുന്നു. 1 KB എന്ന് പറയുമ്പോൾ 2 power 10 ആയിരുന്നു. So which is equal to 10. So P plus D എന്ന് പറയുന്നത്, P എന്താണ്? 3 bits, D 10 bits. അപ്പം ടോട്ടൽ ലോജിക്കൽ അഡ്രസ്സിന്റെ എത്ര ബിറ്റ്സ് ആണ്? 13 ബിറ്റ്സ് ആണ്. ലോജിക്കൽ അഡ്രസ് LA is equal to P plus D ആണ്. ഓക്കെ, LA is equal to P plus D ആണ്. So LA എന്ന് പറയുന്നത് 13 bits ആണ്. Is it clear? Is the question clear? Okay. Okay, take down the next question. LAS is equal to 32 MB. LAS is equal to 32 MB. PAS is equal to 256 KB. PAS is equal to 256 KB. Page size is equal to 4 KB. 4 KB. Find the number of bits
for representing pages, frames, and offset. Find the number of bits for representing pages, frame, and offset. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് OSന്റെ ക്വിസ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് മൺഡേ അല്ലേ അടുത്ത ക്ലാസ് വരുന്നത്. മൺഡേയിൽ വി ക്യാൻ ഹാവ് എ ക്വിസ് ഓൺ മൺഡേ. ഓക്കെ, OSന്റെ. Attendance, Adil. Present, miss. Abhijit. Present, miss. Akshara. Present, miss. Anjali. Present, miss. Anju. Anju chat box reader. Anju. Present. Abarna D. Present, Abarna Pratap. Aravind. Arav. മിസ് ആരവിന്റെ നെറ്റ് പോയെന്ന് പറഞ്ഞു. ഓക്കെ. ബിച്ചു. ജീവൻ. ജോസ്വിൻ. Present, miss. കൃഷ്ണരാജ്. Miss chat ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാധവ്. Present, miss. മറിയ. Present, miss. മെർലിൻ. Present, miss. മുബിൻ. ഹാഫിസ്. Present, miss. റുബിൻ. Present, miss. നജ്മ. നൗറിൻ. Present, miss. പാർവതി. Present, miss. സാന്ദ്ര. Present, miss. ശ്രീപ്രസാദ്. Present, miss. ശ്രുതി. വിഷ്ണുപ്രിയ. Present, miss. ജീന. Present, miss. അഖിൽ. Present, miss. ജോസ്മി. Present, miss. ഓക്കെ, ആബ്സെന്റ് ഈസ് അപർണ പ്രതാപ്, അരവിന്ദ്, ജീവൻ ആൻഡ് നജ്മ. ഓക്കെ, ഇതിന്റെ ആൻസറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. താങ്ക് യു.